ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ഫെബ്രുവരി മാസം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു നോട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സുകൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. നമ്മുടെ ഹൈക്കോടതിയുടെ OA പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവർക്കായിട്ട് നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനൽ കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഒരു നിശ്ചിത മേഖല കവർ ചെയ്യുവാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സാംസ് നടത്തുകയും പുറമെ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ അംഗമാവുക. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ കേരള ഹൈക്കോർട്ട് OA എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനലിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭാരതീയ വ്യോമസേന സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിച്ച വ്യോമാഭ്യാസത്തിന്റെ പേര് എന്താണ്? ഭാരതീയ വ്യോമസേന സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിച്ച വ്യോമാഭ്യാസത്തിന്റെ പേരാണ് സൂര്യകിരൺ. ഭാരതീയ വ്യോമസേന സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിച്ച വ്യോമാഭ്യാസത്തിന്റെ പേരാണ് സൂര്യകിരൺ. അപ്പോൾ പഠിച്ചു വെക്കുക, സൂര്യകിരൺ എന്ന് പറയുന്ന വ്യോമാഭ്യാസം നടത്തിയത് ഇന്ത്യൻ വ്യോമസേനയാണ്. ശംഖുമുഖത്ത് വെച്ചാണ് ഇന്ത്യൻ വ്യോമസേന സൂര്യകിരൺ എന്ന വ്യോമാഭ്യാസം നടത്തിയത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം: സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുവാൻ കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുവാൻ കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. ആരാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്? കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആർക്കു വേണ്ടിയാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുവാനാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം: ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും പിടികൂടുവാൻ സംസ്ഥാനത്തുടനീളം കേരള പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേര് എന്താണ്? ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും പിടികൂടുവാൻ സംസ്ഥാനത്തുടനീളം കേരള പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ഓപ്പറേഷൻ ആഗ് എന്ന് വെച്ചാൽ എന്താണ്? ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും പിടികൂടുവാൻ സംസ്ഥാനത്തുടനീളം കേരള പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. എന്താണ് ഓപ്പറേഷൻ ആഗിലെ ആഗ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ മുഴുവൻ പേര് അഥവാ ഫുൾ ഫോം? ആക്സിലറേറ്റഡ് ആക്ഷൻ എഗനിസ്റ്റ് ആന്റി സോഷ്യൽസ് ആൻഡ് ഗുണ്ടാസ് എന്നതാണ് ആഗ് എന്നതിന്റെ മുഴുവൻ പേര്. ആക്സിലറേറ്റഡ് ആക്ഷൻ എഗനിസ്റ്റ് ആന്റി സോഷ്യൽസ് ആൻഡ് ഗുണ്ടാസ് എന്നതാണ് ഓപ്പറേഷൻ ആഗിന്റെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം: ഭൂമിയുടെ പ്രതലത്തെ കൂടുതൽ വിശദമായി പഠിക്കുവാനായി ISROയും നാസയും ചേർന്ന് നിർമ്മിച്ച സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ഭൂമിയുടെ പ്രതലത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുവാൻ ISROയും നാസയും ചേർന്ന് നിർമ്മിച്ച സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപഗ്രഹത്തിന്റെ പേരാണ് നിസാർ. NISAR, നിസാർ. നിസാർ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിസാർ എന്നാൽ ഭൂമിയുടെ പ്രതലത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാൻ ISROയും നാസയും ചേർന്ന് നിർമ്മിച്ച സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപഗ്രഹമാണ് നിസാർ. ഇനി ഈ നിസാറിന്റെ മുഴുവൻ പേരെന്താണ്? N എന്ന് പറയുന്നത് നാസയെ പ്രതിനിധാനം ചെയ്യുന്നു, I എന്ന് പറയുന്നത് ISROയെ പ്രതിനിധാനം ചെയ്യുന്നു, ബാക്കിയുള്ള SAR എന്ന് പറയുന്നത് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നതാണ്. അതായത്
നിസാറിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നതാണ് മുഴുവൻ പേര്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. ഭൂമിയുടെ പ്രതലത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുവാൻ ISROയും നാസയും ചേർന്ന് നിർമ്മിച്ച സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപഗ്രഹമാണ് നിസാർ. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ 73ാമത് സ്ഥാപക ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ് ആരാണ്? 2023 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ 73ാമത് സ്ഥാപക ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ് ആണ് സുന്ദരേഷ് മേനോൻ. സുന്ദരേഷ് മേനോനാണ് 2023 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ 73ാമത് സ്ഥാപക ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ്. അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെച്ചേക്കണം, 73ാമത് സ്ഥാപക ദിനമാണ് 2023 ഫെബ്രുവരിയിൽ ആഘോഷിച്ചിട്ടുള്ളത്. എത്രാമതാണ്? 73ാമത് സ്ഥാപക ദിനം. അടുത്ത ചോദ്യം, ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂഖ് മേരോ സന്തതി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂഖ് മേരോ സന്തതി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. സിക്കിമാണ് ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന മേരോ റൂഖ് മേരോ സന്തതി എന്ന പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ എന്താണ് മേരോ റൂഖ് മേരോ സന്തതി എന്ന് പറയുന്ന പദ്ധതി? ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന പദ്ധതിയാണ് മേരോ റൂഖ് മേരോ സന്തതി. മേരോ റൂഖ് മേരോ സന്തതി എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ്. അടുത്ത ചോദ്യം, 2023 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? 2023 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് കർണാടകയിലെ തുമകുരു എന്ന് പറയുന്ന സ്ഥലത്താണ്. കർണാടകയിലെ തുമകുരു എന്ന് പറയുന്ന സ്ഥലത്താണ് 2023 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, കർണാടകയിലെ തുമകുരു എന്ന് പറയുന്ന സ്ഥലത്താണ് 2023 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കീഴിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, 3ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? 3ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വിന്റർ ഗെയിംസ് ആണ്, മഞ്ഞുകാലത്ത് നടക്കുന്ന ഗെയിംസ് ആണ്. അപ്പോൾ മഞ്ഞുള്ളത് എവിടെയാണ്? ജമ്മു കാശ്മീർ ലഡാക്ക് ഏരിയയിലാണ്. അപ്പോൾ 3ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. പഠിച്ചു വെച്ചേക്കുക, കേരളമാണ് പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ആദ്യമായിട്ടാണ് ദേശീയ ബീച്ച് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതിൽ ജേതാക്കളായത് കേരളമാണ്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന വ്യക്തി ആരാണ്? 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന വ്യക്തിയാണ് ജനറൽ പർവേസ് മുഷറഫ്. ജനറൽ പർവേസ് മുഷറഫ് ആരാണ്? 2023 ഫെബ്രുവരിയിൽ അന്തരിച്ചിട്ടുള്ള മുൻ പാകിസ്ഥാന്റെ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന വ്യക്തിയാണ്. ജനറൽ പർവേസ് മുഷറഫ് എന്നത് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുപോകുന്ന പൊതു സ്വകാര്യ വാഹനങ്ങളിൽ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ നിർബന്ധമാക്കിയത് എന്നാണ്? സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുപോകുന്ന പൊതു സ്വകാര്യ വാഹനങ്ങളിൽ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ നിർബന്ധമാക്കിയത് 2023 മാർച്ച് 1 മുതലാണ്.
2023 മാർച്ച് 1 മുതലാണ് സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുപോകുന്ന പൊതു സ്വകാര്യ വാഹനങ്ങളിൽ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ നിർബന്ധമാക്കിയത്. അടുത്ത ചോദ്യം, കേരള കർണാടക സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി സഹകരണ മേഖലയിൽ മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാംകോ വിപണിയിലെത്തിക്കുന്ന വെളിച്ചെണ്ണ ഏതാണ്? കേരള കർണാടക സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി സഹകരണ മേഖലയിൽ മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാംകോ വിപണിയിലെത്തിക്കുന്ന വെളിച്ചെണ്ണയാണ് കൽപ്പ. അപ്പോൾ കൽപ്പ എന്ന് പറഞ്ഞത് എന്താണ്? കേരള കർണാടക സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി സഹകരണ മേഖലയിൽ മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാംകോ വിപണിയിലെത്തിക്കുന്ന വെളിച്ചെണ്ണയാണ് കൽപ്പ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കൽപ്പ എന്ന് പറയുമ്പോൾ കൽപ്പവൃക്ഷം എന്ന് വെച്ചാൽ എന്താ? തെങ്ങാണ്. ആ കൽപ്പ വെച്ചിട്ട് ഈ ഒരു ചോദ്യം ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ്. പഠിച്ചു വെച്ചേക്കണം. കേരള കർണാടക സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി സഹകരണ മേഖലയിൽ മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാംകോ വിപണിയിലെത്തിക്കുന്ന വെളിച്ചെണ്ണയാണ് കൽപ്പ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സർവകലാശാല ഏതാണ്? ലോകത്തിൽ ആദ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സർവകലാശാലയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ വിശ്വഭാരതി സർവകലാശാല. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. എന്താണ് വിശ്വഭാരതി സർവകലാശാലയുടെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്? ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം എത്രയാണ്? 2023 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണമാണ് 2967. 2967 കടുവകളാണ് 2023 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2023 ഫെബ്രുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങളാണ്: 1 തുർക്കി, 2 സിറിയ. തുർക്കിയിലും സിറിയയിലുമാണ് 2023 ഫെബ്രുവരിയിൽ റിക്ടർ സ്കെയിലിലെ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. തുർക്കിയിലും സിറിയയിലുമാണ് 2023 ഫെബ്രുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ്? 2023 ഫെബ്രുവരിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ് യു ഷറഫ് അലി. യു ഷറഫ് അലിയാണ് 2023 ഫെബ്രുവരിയിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അംബാസിഡറായി നിയമിതനായിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാണ്? 2023 ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2023 ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പാവ്ലോ ഹോൾക്കോവ. പാവ്ലോ ഹോൾക്കോവയാണ് കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായിട്ടുള്ള മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്.
യൂറോപ്യൻ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകയാണ് പാവ്ലോ ഹോൾക്കോവ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പാവ്ലോ ഹോൾക്കോവയെയാണ്. യൂറോപ്യൻ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകയാണ് പാവ്ലോ ഹോൾക്കോവ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കളാണ് സിയ, സഹദ്. സിയയും അതുപോലെ തന്നെ സഹദുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കൾ. സിയയും അതുപോലെ തന്നെ സഹദുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കൾ. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിൻ്റെ പേര് എന്താണ്? വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് യുവസംഘം പോർട്ടൽ. യുവസംഘം പോർട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? യുവസംഘം പോർട്ടൽ എന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പോർട്ടലാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ യുവസംഘം എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർമ്മയിൽ വെച്ചേക്കുക. എന്താണ് യുവസംഘം എന്ന് പറയുന്ന പോർട്ടൽ? വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പോർട്ടലാണ് യുവസംഘം പോർട്ടൽ. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിലെ റോയൽ ഫോർട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ അംഗീകാരം ലഭിച്ച പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഓർക്കിഡുകൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ റോയൽ ഫോർട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ അംഗീകാരം ലഭിച്ച പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിൽ വികസിപ്പിച്ചെടുത്ത ഓർക്കിഡുകളാണ് ഫലനോസ്പിസ് ടൈഗർ സ്ട്രൈപ്പസ്, അതുപോലെ തന്നെ ഫയോ കലാന്തേ പിങ്ക് സ്പ്ലാഷ്. ഏതൊക്കെയാണ്? ഫലനോപ്സിസ് ടൈഗർ സ്ട്രൈപ്സ്, ഫയോ കലാന്തേ പിങ്ക് സ്പ്ലാഷ്. ഒന്നുകൂടെ, ഫലനോപ്സിസ് ടൈഗർ സ്ട്രൈപ്സ്, ഫയോ കലാന്തേ പിങ്ക് സ്പ്ലാഷ് എന്നിവയാണ് ഇംഗ്ലണ്ടിലെ റോയൽ ഫോർട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വികസിപ്പിച്ചെടുത്ത ഓർക്കിഡുകൾ. അടുത്ത ചോദ്യം, സൗദി അറേബ്യയിലെ പുതിയ ഡിജിറ്റൽ ബാങ്കായ വിഷൻ ബാങ്കിൻ്റെ 10% ഓഹരികൾ സ്വന്തമാക്കിയ മലയാളി ആരാണ്? സൗദി അറേബ്യയിലെ പുതിയ ഡിജിറ്റൽ ബാങ്കായ വിഷൻ ബാങ്കിൻ്റെ 10% ഓഹരികൾ സ്വന്തമാക്കിയ മലയാളിയാണ് MA യൂസഫ് അലി. എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണല്ലോ MA യൂസഫ് അലി. അപ്പോൾ ഓർത്തിരിക്കാൻ വിഷമമില്ല, പഠിച്ചു വെച്ചേക്കുക. MA യൂസഫ് അലിയാണ് സൗദി അറേബ്യയിലെ പുതിയ ഡിജിറ്റൽ ബാങ്കായിട്ടുള്ള വിഷൻ ബാങ്കിൻ്റെ 10% ഓഹരികൾ സ്വന്തമാക്കിയ മലയാളി. അടുത്ത ചോദ്യം, മെട്രോ നഗരങ്ങളിലെ ജനജീവിതം വേഗത്തിലാക്കുവാൻ റെയിൽവേ പുറത്തിറക്കുന്ന വന്ദേ ഭാരത് തീവണ്ടിയുടെ ചെറുപതിപ്പിൻ്റെ പേര് എന്താണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. മെട്രോ നഗരങ്ങളിലെ ജനജീവിതം വേഗത്തിലാക്കുവാൻ റെയിൽവേ പുറത്തിറക്കുന്ന വന്ദേ ഭാരത് തീവണ്ടിയുടെ ചെറുപതിപ്പിൻ്റെ പേരാണ് വന്ദേ മെട്രോ. എന്താണ് വന്ദേ മെട്രോ എന്ന് വെച്ചാൽ മെട്രോ നഗരങ്ങളിലെ ജനജീവിതം വേഗത്തിലാക്കുവാൻ റെയിൽവേ പുറത്തിറക്കുന്ന വന്ദേ ഭാരത് തീവണ്ടിയുടെ ചെറുപതിപ്പാണ് വന്ദേ മെട്രോ. അടുത്ത ചോദ്യം, ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മില്ലറ്റ് ക്യാൻറ്റീൻ ആരംഭിക്കുന്നത് എവിടെയാണ്? ചെറുധാന്യങ്ങൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ മില്ലറ്റ് എന്നാണ് പറയുക. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മില്ലറ്റ് ക്യാൻറ്റീൻ ആരംഭിക്കുന്നത് ഡൽഹി എയിംസിലാണ്. ഡൽഹി എയിംസിലാണ് ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മില്ലറ്റ് ക്യാൻറ്റീൻ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായ എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം ഏതാണ്?
2023 ഫെബ്രുവരിയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായ എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. ബംഗളൂരുവിലാണ് 2023 ഫെബ്രുവരിയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായ എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിന് വേദിയായത്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഇലക്ട്രോണിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ സ്ഥാപിച്ച സ്ഥലമാണ് കാൺപൂര്. എവിടെയാ കാൺപൂര്? ഉത്തർപ്രദേശിലാണ് കാൺപൂര്. ഈ പറയുന്ന മാതൃക എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൊണ്ട്, അതായത് ഇലക്ട്രോണിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ശില്പം നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് മുകേഷ് കുമാർ ജ്വാലയാണ്. മുകേഷ് കുമാർ ജ്വാലയാണ് ഇലക്ട്രോണിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ കാൺപൂരിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരമാണ് ആരോൺ ഫിഞ്ച്. ആരോൺ ഫിഞ്ചാണ് 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം. അടുത്ത ചോദ്യം, ദേശീയ സെൻസസ് ദിനം എന്നാണ്? ദേശീയ സെൻസസ് ദിനമാണ് ഫെബ്രുവരി 9. ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ശ്രദ്ധിക്കുക, ലോക സെൻസസ് ദിനമല്ല, ദേശീയ സെൻസസ് ദിനമാണ് ഫെബ്രുവരി 9. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ആകുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ചോദ്യോത്തരങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ നിയമസഭാ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയിട്ടുള്ള ആപ്പിൻ്റെ പേര് എന്താണ്? കേരള നിയമസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ചോദ്യോത്തരങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ നിയമസഭാ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പാണ് ഈ നിയമസഭ ആപ്പ്. എന്താണ് ഈ നിയമസഭ ആപ്പ് എന്ന് വെച്ചാൽ? ഈ നിയമസഭ ആപ്പ് എന്ന് വെച്ചാൽ കേരള നിയമസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ചോദ്യോത്തരങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ നിയമസഭാ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ശാസ്ത്ര സാങ്കേതിക ആശയവിനിമയത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ശാസ്ത്ര സാങ്കേതിക ആശയവിനിമയത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഡോക്ടർ ബിജു ധർമ്മപാലൻ. ഡോക്ടർ ബിജു ധർമ്മപാലനാണ് ശാസ്ത്ര സാങ്കേതിക ആശയവിനിമയത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി. ഡോക്ടർ ബിജു ധർമ്മപാലനാണ് ശാസ്ത്ര സാങ്കേതിക ആശയവിനിമയത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന ശസ്ത്രക്രിയ, അതിന് പറയുന്ന പേരാണ് ടാവി ശസ്ത്രക്രിയ. എന്താണ് പേര്? ടാവി ശസ്ത്രക്രിയ. ഈ ഒരു ടാവി ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജാണ് 2023 ഫെബ്രുവരിയിൽ ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജ്. ഈ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ടാവി ശസ്ത്രക്രിയ. എന്താണ് ടാവി ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഹൃദയം തുറക്കാതെ രക്തക്കുഴലുകളിൽ കൂടി കടത്തിവിടുന്ന ട്യൂബിലൂടെ ഹൃദയ വാൽവ് മാറ്റുന്ന ശസ്ത്രക്രിയയാണ് ടാവി ശസ്ത്രക്രിയ. ടാവി ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജ്. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പശു ആലിംഗന ദിനമായിട്ട് അഥവാ കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചത് എന്നാണ്? കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പശു ആലിംഗന ദിനമായിട്ട് അഥവാ കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഫെബ്രുവരി 14-നാണ്. ഫെബ്രുവരി 14-നാണ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പശു ആലിംഗന ദിനമായിട്ട് അഥവാ കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, ഗോവയിലെ കടൽ തീരങ്ങളിൽ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിന് പുറത്തിറക്കിയിട്ടുള്ള റോബോട്ടിന്റെ പേര് എന്താണ്? ഗോവയിലെ കടൽ തീരങ്ങളിൽ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിന് പുറത്തിറക്കിയിട്ടുള്ള റോബോട്ടാണ് ഔറസ് എന്ന് പറയുന്ന റോബോട്ട്. എന്താണ് ഔറസ് എന്ന് പറയുന്ന റോബോട്ട്? ഔറസ് എന്ന് പറയുന്ന റോബോട്ട് ഗോവയിലെ കടൽ തീരങ്ങളിൽ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയിട്ടുള്ള റോബോട്ടാണ്. എന്താണ് ഔറസ് റോബോട്ട്? ഔറസ് റോബോട്ട് ഗോവയിലെ കടൽ തീരങ്ങളിൽ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള റോബോട്ടാണ്. അടുത്ത ചോദ്യം, ഗൂഗിൾ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ്? ഗൂഗിൾ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ബാർഡ്. BARD, ബാർഡ്. ബാർഡ് ആണ് ഗൂഗിൾ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട്. ബാർഡ് ആണ് ഗൂഗിൾ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ നടന്ന ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? 2023 ഫെബ്രുവരിയിൽ നടന്ന ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ്. എന്താണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് വെച്ചാൽ? ഓപ്പറേഷൻ ദോസ്ത് എന്ന് വെച്ചാൽ 2023 ഫെബ്രുവരിയിൽ നടന്ന ഭൂകമ്പത്തിൽ തകർന്നിട്ടുള്ള തുർക്കിയിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത് എന്ന് വെച്ചാൽ തുർക്കിയിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് എന്ന കാര്യമെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഓപ്പറേഷൻ ദോസ്ത് എന്ന് വെച്ചാൽ തുർക്കിയിലെ ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ്. അടുത്ത ചോദ്യം, പ്രഥമ ദേശീയ ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ വേദിയായത് എവിടെയാണ്? പ്രഥമ ദേശീയ ഭിന്നശേഷി കലോത്സവമായ സമ്മോഹന് വേദിയായത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് നടക്കുന്ന ദേശീയ ഭിന്നശേഷി കലോത്സവമായ സമ്മോഹന്റെ വേദി. ഒന്നുകൂടെ പറയുന്നു, തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് നടന്നിട്ടുള്ള ദേശീയ ഭിന്നശേഷി കലോത്സവമായിട്ടുള്ള സമ്മോഹന്റെ വേദി. അപ്പോൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് സമ്മോഹൻ എന്നുള്ള കാര്യം? ദേശീയ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ. സമ്മോഹൻ എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ഭിന്നശേഷി കലോത്സവമാണ്. ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവമായിട്ടുള്ള സമ്മോഹന്റെ വേദി തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗമായി മാറിയ വ്യക്തി ആരാണ്? 2023 ഫെബ്രുവരിയിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗമായി മാറിയ വ്യക്തിയാണ് PT ഉഷ. 2023 ഫെബ്രുവരിയിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗമായിട്ട് മാറിയ വ്യക്തിയാണ് PT ഉഷ. അടുത്ത ചോദ്യം, ചൊവ്വയിലെ ജലസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ പര്യവേക്ഷണ വാഹനം ഏതാണ്? ചൊവ്വയിലെ ജലസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവുകൾ കണ്ടെത്തിയ നാസയുടെ പര്യവേക്ഷണ വാഹനമാണ് ക്യൂരിയോസിറ്റി റോവർ. ക്യൂരിയോസിറ്റി റോവറാണ് ചൊവ്വയിലെ ജലസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള നാസയുടെ പര്യവേഷണ വാഹനം. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, ക്യൂരിയോസിറ്റി റോവർ വിക്ഷേപിച്ചത് നാസയാണ്. ക്യൂരിയോസിറ്റി റോവർ വിക്ഷേപിച്ചിരിക്കുന്നത് ചൊവ്വയിലേക്കാണ്. അവിടെ നിന്ന് ഈ പറയുന്ന ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വയിലെ ജലസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തെളിവുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്നും പഠിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം,
കേരള ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി നിലവിൽ വരുന്ന കായിക സഹകരണ സംഘത്തിൻ്റെ പേര് എന്താണ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി നിലവിൽ വരുന്ന കായിക സഹകരണ സംഘമാണ് കേരള സ്പോർട്സ് അസോസിയേഷൻ മെമ്പേഴ്സ് വെൽഫെയർ സൊസൈറ്റി. എന്താണ് പേര്? കേരള സ്പോർട്സ് അസോസിയേഷൻ മെമ്പേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്നതാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായി നിലവിൽ വരുന്ന കായിക സഹകരണ സംഘത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, 2023 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? 2023 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണ ആഫ്രിക്കയായിരുന്നു. 2023 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണ ആഫ്രിക്കയായിരുന്നു. അടുത്ത ചോദ്യം, ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് രാജസ്ഥാനുമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുക. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. എന്നാൽ ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എവിടെയായിരുന്നു? 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. എവിടെയായിരുന്നു ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം? ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിന് വേദിയായത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിലിൽ ഇടം പിടിച്ച മലയാളത്തിലെ ആദ്യത്തെ നായിക ആരാണ്? 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിലിൽ ഇടം പിടിച്ചിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ നായികയാണ് PK റോസി. PK റോസിയാണ് 2023 ഫെബ്രുവരി 10 ഗൂഗിളിൻ്റെ ഡൂഡിലിൽ ഇടം പിടിച്ച മലയാളത്തിലെ ആദ്യത്തെ നായിക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. രോഹിത് ശർമ്മയാണ് ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. അടുത്ത ചോദ്യം, കാര്യവട്ടം വേദിയാകുന്ന രണ്ടാമത് സെൻട്രൽ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? കാര്യവട്ടം വേദിയായ രണ്ടാമത് സെൻട്രൽ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് എറണാകുളമാണ്. കാര്യവട്ടം വേദിയായ രണ്ടാമത് സെൻട്രൽ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് എറണാകുളമാണ്. അടുത്ത ചോദ്യം, ചെറു ഉപഗ്രഹങ്ങൾക്കായുള്ള വിക്ഷേപണ വാഹനമായ SSLV റോക്കറ്റിൻ്റെ രണ്ടാം ദൗത്യം, അതാണ് SSLV-D2 എന്നറിയപ്പെടുന്നത്. SSLV-D2 ISRO വിജയകരമായി പരീക്ഷിച്ചത് എന്നാണ്? SSLV-D2 ISRO വിജയകരമായി പരീക്ഷിച്ചത് 2023 ഫെബ്രുവരി 10 എന്താണ് SSLV എന്ന് ചോദിച്ചാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. SSLV എന്ന് വെച്ചാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. അതായത് ചെറിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുവാനുള്ള വെഹിക്കിളാണ്, അതായത് ലോഞ്ച് വെഹിക്കിളാണ് SSLV എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക.
ചെറു ഉപഗ്രഹങ്ങൾക്കായുള്ള വിക്ഷേപണ വാഹനമായ SSLV റോക്കറ്റിന്റെ രണ്ടാം ദൗത്യം, അതാണ് SSLV D2 എന്നറിയപ്പെടുന്നത്. SSLV D2 ISRO വിജയകരമായി പരീക്ഷിച്ചത് 2023 ഫെബ്രുവരി 10 അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം EOS 07, ജാനസ് 1, ആസാദിസാറ്റ് 2 എന്നീ ഉപഗ്രഹങ്ങളെ SSLV D2 ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2023 ഫെബ്രുവരി 10 വിക്ഷേപിച്ചിട്ടുള്ള SSLV D2 EOS 07, ജാനസ് 1, ആസാദിസാറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും ഉപഗ്രഹങ്ങളെ SSLV D2 ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ K. കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? 2023 ഫെബ്രുവരിയിൽ K. കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ തവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് 2023 ഫെബ്രുവരിയിൽ K. കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? 2023 ഫെബ്രുവരിയിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2023 ഫെബ്രുവരിയിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് ഈ പറയുന്ന മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജില്ല ചോദിക്കുവാണെങ്കിൽ ഇടുക്കിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് ചോദിക്കുവാണെങ്കിൽ അത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനമാണ്. ഇനി എവിടെയാണ് പ്രോപ്പറായിട്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കോളേജിന്റെ പേരാണ് വരുന്നതെങ്കിൽ അത് മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തുള്ള മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. അടുത്ത ചോദ്യം, 2027 ഇന്ത്യയെ മന്ദരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ പേര് എന്താണ്? 2027 ഇന്ത്യയെ മന്ദരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർവ ദവാ സേവൻ. എന്താണ് പരിപാടിയുടെ പേര്? സർവ ദവാ സേവൻ. സർവദവാ സേവൻ എന്ന് വെച്ചാൽ എന്താണ്? 2027 ഇന്ത്യയെ മന്ദരോഗമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർവദവാ സേവൻ. അടുത്ത ചോദ്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിയ 2020-21 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്ന സ്ത്രീ പുരുഷരുടെ അനുപാതത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തുവിട്ടത്, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിയ 2020-21 ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്ന സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം നേടിയത് ആരാണ്? ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം നേടിയത് ആർട്ടിസ്റ്റ് സുജാതനാണ്. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം നേടിയത് ആരാണ്? ആദ്യത്തെ VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം നേടിയത് ആർട്ടിസ്റ്റ് സുജാതനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഉടനീളമുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരംഭിച്ച പ്രചാരണ പരിപാടിയുടെ പേര് എന്താണ്?
ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഉത്സവ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഉത്സവ് ആണ് ഇന്ത്യയിലുടനീളം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആരംഭിച്ച പ്രചാരണ പരിപാടി. അടുത്ത ചോദ്യം, റേഷൻ കടകളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? റേഷൻ കടകളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ഒപ്പം. ഒപ്പം പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? ഒപ്പം പദ്ധതി എന്ന് വെച്ചാൽ റേഷൻ കടകളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ്. അഥവാ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം പദ്ധതി. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ഏഷ്യ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ പുരുഷ താരം ആരാണ്? 2023 ഫെബ്രുവരിയിൽ ഏഷ്യ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ പുരുഷ താരമാണ് തേജീന്ദർ പാൽ സിംഗ്. ആരാണ്? തേജീന്ദർ പാൽ സിംഗ്. തേജീന്ദർ പാൽ സിംഗ് ആണ് 2023 ഫെബ്രുവരിയിൽ ഏഷ്യ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ പുരുഷ താരം. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ പുറത്തു വന്ന് ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് 2021 പ്രകാരം അക്രഡിറ്റേഷൻ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2023 ഫെബ്രുവരിയിൽ പുറത്തു വന്ന് ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് 2021 പ്രകാരം അക്രഡിറ്റേഷൻ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. 5ാം സ്ഥാനത്താണ് 2023 ഫെബ്രുവരിയിൽ പുറത്തു വന്നിട്ടുള്ള ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് 2021 പ്രകാരം അക്രഡിറ്റേഷൻ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇതിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക.